ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാർഷ്യൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ സെക്കൻഡ് ടേം അഥവാ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് അല്ലേ. അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കെല്ലാം സിലബസ് മാറിയിട്ട് ഇപ്പോൾ പുതിയ സിലബസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ടീച്ചർ ഇതാ ഇപ്പോഴത്തെ പുതിയ സിലബസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ക്ലാസ് ഇരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കൂട്ടുകാർ 89 രൂപ കൊണ്ട് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ എക്സാമിന് ശേഷം നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും അതിനായിട്ട് വെറും 89 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ മാത്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സ് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കേണ്ടതായിരിക്കും മാത്സിലെ ക്വസ്റ്റ്യൻസ്. മലയാളം മീഡിയംകാർക്ക് മലയാളത്തിലുമായിരിക്കും. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം മലയാളം മീഡിയം കൂട്ടുകാർ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ. ഒന്നാമത്തെ പ്രവർത്തനം ആക്ടിവിറ്റി 1 ഫൈൻഡ് ദി നമ്പേഴ്സ്, അതായത് സംഖ്യ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. The number on the petals of the given flower are the answers to the clues given below. ഫൈൻഡ് ദി ആൻസേഴ്സ് ടു ദി ക്ലൂസ് എന്നാണ് പറഞ്ഞത്. താഴെ മക്കൾക്ക് ഒരു ഫ്ലവർ കാണുന്നില്ലേ മക്കളെ, പൂ കാണുന്നില്ലേ? അതിൻ്റെ പെറ്റൽസ് നോക്കിക്കേ. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകളാണ്. അപ്പം ഒരു പൂവിൻ്റെ ഇതളുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിൽ കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, ഏതൊക്കെയാണ് മക്കളെ നോക്കിക്കേ. ഏതൊക്കെയാണ്? 45 ഉണ്ട്, 45 ഉണ്ട്, 50 അല്ലേ, 50 ഉണ്ട്, 35 35 ഉണ്ട്, 30 30 ഉണ്ട്, 22 അതായത് 22 ഉണ്ട്. ഇത്രയും നമ്പേഴ്സാണ് അതിൻ്റെ പെറ്റൽസിൽ ഇതളുകളിൽ തന്നിട്ടുള്ളത്. അപ്പം നമ്മളോട് പറഞ്ഞത് ആ ആൻസേഴ്സിൻ്റെയൊക്കെ ക്ലൂസാണ് നമുക്കിവിടെ താഴെ അവിടെ ബോക്സ് കണ്ടോ, ബോക്സിൽ തന്നിട്ടുള്ളത്. ആ ക്ലൂ നോക്കിയിട്ട് ഏതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് കണ്ടെത്തി അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പോൾ ക്ലൂ എന്നുള്ള ഒരു കോളവും അതുപോലെ തന്നെ നമ്പർ എന്നുള്ള ഒരു കോളവും നമുക്ക് തന്നിട്ടുണ്ട്. ക്ലൂ അയച്ച് നോക്കിയിട്ട് ഏതാ നമ്പർ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇതളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ മക്കളെ? ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലൂ നോക്കാം. 1 more than 49, അതായത് 49നേക്കാൾ ഒന്ന് കൂടുതൽ, 49നേക്കാൾ ഒന്ന് കൂടുതൽ. ഏതാണ് മക്കളെ ആ നമ്പർ? 1 more than 49, 49നേക്കാൾ ഒന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ 49ലേക്ക് നമ്മൾ +1 ചെയ്യണം അല്ലേ. 49 + 1 എത്രയാണ് മക്കളെ? 49 + 1 50 ആണ്, 50 ആണ്. ഏതാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, 50 ആണ് അല്ലേ. 50 ആണ് അവിടെ ഫസ്റ്റ് ഇത് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്ലൂ നമുക്ക് എന്താ തന്നത്? നമ്പർ ബിറ്റ്വീൻ 21 ആൻഡ് 23 അല്ലേ. 21നും 23നും ഇടയിലുള്ള സംഖ്യ എന്നാണ് പറഞ്ഞത്. ഏതാണ് മക്കളെ 21നും 23നും ഇടയിലുള്ള സംഖ്യ? യെസ്, 22 ആണ് അല്ലേ, 22. അപ്പോൾ അവിടെ വരുന്ന നമ്പർ ഏതാണ് മക്കളെ? 22, 22. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 less than 35 എന്നാണ് പറഞ്ഞത്. 5 less than 35 അതായത് 35നേക്കാൾ 5 കുറവ്. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 35നേക്കാൾ 5 കുറവല്ലേ. അപ്പോൾ 35ൽ നിന്ന് 5 നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ചെയ്യണം. 35 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ആൻസർ വരുന്നത്? 30. 30 എന്ന ആൻസർ കിട്ടും. നമ്മുടെ പെറ്റലിൽ 30 എന്ന നമ്പർ ഉണ്ടോ? യെസ്, നമ്മുടെ ഇതളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമുക്ക് അവിടെ ആൻസർ എഴുതാം 30, 30 എന്ന് എഴുതാം. നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, എന്താണ്? യെസ്, 10 + 5 അല്ലേ. 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 5 എന്നതാണ് അല്ലേ. 4 10ഉം ഒരു 5ഉം എത്രയാണ് മക്കളെ നമ്പർ വരിക? നമുക്കറിയാം 4 10കൾ ചേർന്നാൽ എത്രയാണ്? 40 ആണ് അല്ലേ. 4 10കൾ ചേർന്നാൽ എത്രയാണ്? നമുക്കറിയാം 40 ആണ്. അപ്പോൾ 40 + 5 എത്രയാണ് മക്കളെ? 40ഉം 5ഉം 45. 45 40 + 5 എത്രയാണ്? 45. ക്ലിയർ ആയിട്ടുണ്ടോ? ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. നമ്പർ നെക്സ്റ്റ് ടു 35 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദ നമ്പർ നെക്സ്റ്റ് ടു 35, അതായത് 35 കഴിഞ്ഞിട്ടുള്ള നമ്പർ
മക്കളെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇവിടെ മിസ് 35 ആയിരുന്നു പറഞ്ഞത്. 35 അല്ല കേട്ടോ, അവിടെ 36 ആണ് ഈ നമ്പർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യം ഏതാണ്? ദ നമ്പർ നെക്സ്റ്റ് ടു 35 അല്ലേ, 35 കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏതാണ് മക്കളെ? ഓഫ് കോഴ്സ് 36 ആണല്ലേ, 36 ആണ്. 35 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 36 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ് മക്കളെ? 50, 22, 30, 45, 36 അല്ലേ. 50, 22, 30, 45, 36 എന്നിങ്ങനെയാണ് നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് ദി നമ്പേഴ്സ് ഓൺ ദി പെറ്റൽസ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ആ പെറ്റൽസിലുള്ള നമുക്ക് തന്നിട്ടുള്ള ഇതളുകളിലുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചെറുതിൽ നിന്ന് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടോ? തന്നിട്ടുള്ള സംഖ്യകളെ, അതായത് ഇതളുകളിൽ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തൂ എന്നാണ് മലയാളം മീഡിയക്കാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെയായിരുന്നു നമ്പേഴ്സ് ഉള്ളത്? 50 50 അല്ലേ, 22 22, 30 30, 45 45, 36 36 ഇത്രയും നമ്പേഴ്സാണുള്ളത്. ഇതിനെ നമുക്ക് ഏതിൽ നിന്നാണ് എഴുതേണ്ടത് മക്കളെ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തുക? ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം എന്നുള്ളത് കൂടി ടീച്ചർ പറയാം. ഓക്കെ മക്കളെ, ഇപ്പം നമുക്കിവിടെ 2 അക്ക സംഖ്യകളാണല്ലേ എല്ലാം തന്നിട്ടുള്ളത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് കൂട്ടത്തിൽ തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മക്കളെ കണ്ടെത്തുക? നമുക്കറിയാം, ഇപ്പോൾ ഒരു 50 എന്ന് പറയുന്ന നമ്പറിൽ 50 എന്ന് പറയുന്ന സംഖ്യയിൽ ഏതൊക്കെ സ്ഥാനങ്ങളുണ്ട്? 2 സ്ഥാനങ്ങളാണ്. ഇത് ഏതാണ് സ്ഥാനം? ഇത് 1ൻ്റെ സ്ഥാനം അല്ലേ. ഏതാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്? 1 ആണ് അല്ലേ. ഓക്കെ, ദെൻ ഈ ഒരു 5 ഇരിക്കുന്ന സംഖ്യയുടെ പ്ലേസ് ഏതാണ്? 10 ആണ് അല്ലേ, 10 എന്നുള്ളത്. അപ്പോൾ 1സും 10സും 100സും ഒക്കെ കൂട്ടുകാർക്ക് അറിയായിരിക്കും. അപ്പം 1ൻ്റെ സ്ഥാനത്ത്, അതായത് 1സിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്? 0 ആണ്. 10സിൻ്റെ പ്ലേസിലുള്ള 10കളുടെ സ്ഥാനത്തുള്ള നമ്പർ ഏതാണ്? 5 ആണ്. അത് ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? 1കളുടെ സ്ഥാനം 10കളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാലോ. എനിക്ക് മിസ് ചോദിക്കട്ടെ, 36 എന്ന നമ്പറിൽ 1ൻ്റെ സ്ഥാനത്ത് സംഖ്യ ഏതാണ്? 6 ആണ് അല്ലേ. 10ൻ്റെ സ്ഥാനത്ത് സംഖ്യ 3 ആണ് അല്ലേ. അതായത് 1ൻ്റെ പ്ലേസിലുള്ളത് 6ഉം 10ൻ്റെ പ്ലേസിലുള്ളത് 3ഉം ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സ്ഥാനം നോക്കാൻ മക്കൾക്ക് അറിയുന്നതാണ് അല്ലേ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഈ ചെറിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ വലിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ സംഖ്യകളെ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്കോ, ചെറുതിൽ നിന്ന് വലുതിലേക്കോ, വലുതിൽ നിന്ന് ചെറുതിലേക്കോ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1ൻ്റെ സ്ഥാനവും 10ൻ്റെ സ്ഥാനവും ഒരു നമ്പർ തന്നാൽ ഏതാണെന്ന് കൂട്ടുകാർക്ക് കണ്ടെത്താൻ അറിയാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വലിയ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യ എന്നുള്ള രീതിയിൽ ചോദ്യം വരുന്ന സമയത്ത് മക്കൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നതെന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഇവിടെ ഏതാണ് മക്കളെ? 5 ആണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്പറിൽ ഇവിടെ ആദ്യത്തെ നമ്പർ വരുന്നത് 2 ആണ്. അടുത്തതിൽ നമുക്ക് വരുന്നത് 3 ആണ്. അടുത്തതിൽ വരുന്നത് 4 ആണ്. അടുത്തതിൽ വരുന്നത് 3 ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് 5 2 3 4 3. ഇങ്ങനെയൊന്നും മക്കൾ എഴുതേണ്ട ആവശ്യമില്ല. ടീച്ചർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ നമ്പേഴ്സിലെയും ആദ്യത്തെ നമ്പർ ഏതാന്ന് നോക്കി. 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ നമ്പർ ഏതാ എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഏതാ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതണം മക്കളെ? നമ്മൾ അസംബ്ലിക്കൊക്കെ വരി നിൽക്കുന്ന പോലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആദ്യം ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും ചെറിയ ആൾ നിൽക്കും. അതിന് പുറകിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റുള്ള ആൾ നിൽക്കും. അതിന് പുറകിൽ കുറച്ചുകൂടി ഹൈറ്റുള്ള ആളായിരിക്കും. അങ്ങനെ നിന്ന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ഉയരം കൂടിയിട്ട ആൾ അല്ലേ. അത് മക്കൾ മനസ്സിലോർത്താൽ മതി. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും ചെറിയ നമ്പറിന് എഴുതുക, അതിന് പുറകിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് എഴുതുക, അതിന് പുറകിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് എഴുതുക. അങ്ങനെ എഴുതി ഏറ്റവും വലിയ നമ്പറിനെ വേണം ഏറ്റവും അവസാനം എഴുതാൻ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ആദ്യം ഏറ്റവും വലിയ ആളെ എഴുതുക, അതിന് പുറകിൽ അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ആളെ അല്ലെ. അസംബ്ലിയിൽ നേരെ ബാക്ക് നിന്ന് ഇങ്ങോട്ട് എണ്ണുന്ന രീതിയിൽ മക്കളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റും മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതുന്നത് കേട്ടോ. അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് എഴുതണം? നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും ആദ്യത്തെ സംഖ്യ കണ്ടുപിടിച്ചില്ല. 5 2 3 4 3. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ.
5, 2, 3, 4, 3 ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് മക്കളെ? കണ്ടെത്താൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏതാണ്? യെസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതാണ്? 2 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 2 വരുന്ന സംഖ്യയായിട്ടുള്ള 22 ആണ് എന്ത് മക്കളെ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ ആണോ? ഇനി മിസ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലേറ്റവും വലിയ നമ്പർ ഏതാ? അപ്പം ആദ്യത്തെ സ്ഥാനത്ത്, അതായത് 10ൻ്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണോ വന്നിട്ടുള്ളത് അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ നോക്കിക്കേ മക്കളെ, 5 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, ഇത്രയാണ് ബാലൻസ് ഉള്ളത്. ഇതിൽ വലിയ നമ്പർ ഏതാ? നമുക്കറിയാം 5 ആണ്. അപ്പോൾ 5 വരുന്ന നമ്പർ ഏതാ മക്കളെ? 50, 50. അതാണ് എന്ത് കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലിയവനെ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, അവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ചെറുതും കിട്ടി, ഏറ്റവും വലുതും കിട്ടിയില്ല. അപ്പോൾ 15 22 നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഏതൊക്കെയാണുള്ളത്? 30 ഉണ്ട്, 45 ഉണ്ട്, 36 ഉണ്ട് അല്ലേ? ഇതിൻ്റെ എല്ലാം ആദ്യത്തെ നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ടില്ലേ? 3, 4, 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ മക്കളെ, ചെറിയ നമ്പർ ഏതാണ്? ഇവിടെ 2 ടൈംസ് എന്തുണ്ട്? 3 വന്നിട്ടുണ്ട് അല്ലേ? 2 തവണ 3 വന്നിട്ടുണ്ട്. അപ്പോൾ 2, 3 വെച്ചിട്ട് അതിലേതാ ചെറുതെന്ന് ചോദിച്ചാൽ പോസിബിൾ അല്ല അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 നമ്പേഴ്സിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ഏതാ നോക്കുക. അതായത് ഈ 3യുടെ സംഖ്യ ഏതാണ്? 30 ആണ്. ഈ 3യുടെ സംഖ്യ ഏതാണ്? 36 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും രണ്ടാമത്തെ ഡിജിറ്റ് നോക്കിക്കുക മക്കളെ. ഒന്ന് 30 ആണ്, നമ്മൾ പറഞ്ഞു, ഒന്ന് 36 ആണ് അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ആദ്യത്തെ നമ്പർ 3 ആയതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരെ സെക്കൻഡ് നമ്പറിലോട്ട് പോവുക. ഇവിടെ ഏതാണ്? 0 ആണ്, ഇവിടെ 6 ആണ്. 0. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് നമ്പറാണ് കാണേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ നമ്പർ ചെറിയ സംഖ്യ ഏതാണോ അതായിരിക്കും ചെറുത്. ഇനി വലിയ സംഖ്യയാണ് കാണേണ്ടതെങ്കിൽ രണ്ടാമത്തെ സംഖ്യയിൽ വലുത് വരുന്നത് ഏതാണോ അതാണോ വലുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്മോളസ്റ്റ് അല്ലേ കാണേണ്ടത്? 0 ആണോ 6 ആണോ ചെറിയ സംഖ്യ? യെസ്, നമുക്കറിയാം 0 ആണ്. അപ്പോൾ 0 വരുന്ന നമ്പർ ഏതാണ്? 30 ആണ്. അപ്പോൾ അടുത്ത സംഖ്യ ഏത് വരും മക്കളെ? 30 വരും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ 50 എഴുതി, 22 എഴുതി, 30 എഴുതി. ഇനി 45ഉം 36ഉം ഉണ്ട്. 4 ആണോ 3 ആണോ സ്മോളസ്റ്റ് നമ്പർ? 3 ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഏത് വരും? 36 വരും. പിന്നെ ഏത് വരും മക്കളെ? 45 വരും. ലാസ്റ്റ് ഏതാണ്? 50. അത് നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഏതാണ് ഓർഡർ, ഏതാണ് വരുന്നത് നമുക്കൊന്നും കൂടി എഴുതാം കേട്ടോ. നോക്കിക്കേ, ആദ്യം നമുക്കിതെല്ലാം കളയാം കേട്ടോ. നമ്മൾ ചെറുതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വലുതിലേക്ക് എഴുതുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എഴുതാം. 50, 22, 33, 45, 36 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? എല്ലാ നമ്പേഴ്സിലും ആദ്യത്തെ നമ്പേഴ്സ് നോക്കുക. അതിൽ ചെറിയവനാരോ അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. കൂട്ടത്തിൽ ചെറുത് 2 ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ നമ്പർ ഏത് വരും? 22 എന്ന് വരും. 22നെ നമ്മൾ എഴുതി കഴിഞ്ഞു. എഴുതിയ നമ്പേഴ്സിനെ വേണമെങ്കിൽ മക്കൾ പെൻസിലിനോട് പതിയെ വെട്ടിയിട്ടോ കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാവും. നമ്പർ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ലേ എന്നുള്ള സംശയമൊക്കെ വരും. ഇവിടെ പിന്നെ കുറച്ച് 5 നമ്പേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രയാസമില്ലെങ്കിലും വെട്ടിക്കളഞ്ഞാൽ നമ്മൾ സേഫാണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഏതാണുള്ളത്? 5 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ചെറുത് ഏതാണ്? 5 ആണോ 3 ആണോ 4 ആണോ? 3 ആണ് ചെറിയ സംഖ്യ അല്ലേ? പക്ഷേ 3ൻ്റെ കേസിൽ എന്ത് വരുന്നുണ്ട് മക്കളെ? 2 നമ്പേഴ്സ് വരുന്നുണ്ട്. 33ഉം വരുന്നുണ്ട്, 36ഉം വരുന്നുണ്ട്. ഇങ്ങനെ ആദ്യത്തെ നമ്പർ സെയിം ആയി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് മിസ് പറഞ്ഞത്? രണ്ടാമത്തെ നമ്പർ നോക്കണമല്ലേ? ഇതിൽ രണ്ടാമത്തെ നമ്പർ 3 ആണ്, ഇവിടെ രണ്ടാമത്തെ നമ്പർ 6 ആണ്. 3 ആണോ 6 ആണോ ചെറുത്? 3 ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ ഏത് വരും മക്കളെ? 33 വരും. പിന്നെ ഏത് വരും? 3ൽ തന്നെ തുടങ്ങുന്ന നമ്പറായിട്ടുള്ള 36 വരും. അടുത്തത് നോക്കിക്കേ, 50 ഉണ്ട്, 45 ഉണ്ട് അല്ലേ? 45 ഉണ്ട്, 50 ഉണ്ട്. 4 ആണോ 5 ആണോ ചെറിയ സംഖ്യ? 4 ആയതുകൊണ്ട് 45 വരും. അടുത്തത് ഏതാണ്? ലാസ്റ്റ് 50 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയോ? 22, 33, 36, 45, 50 എന്ന് കിട്ടും അല്ലേ? 22, 33, 36, 45, 50 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അപ്പം ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടത്തിലെ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈ ഒരു രീതി പഠിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. വലിയ സംഖ്യ കണ്ടെത്താനായിട്ട് പഠിച്ചാൽ നെക്സ്റ്റ് നമ്പറും സെയിം ഇതാണ്. നമ്മളിപ്പോൾ ആൻസർ എഴുതിയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തത് ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. നോക്കിക്കേ, റൈറ്റ് ദി ലാർജസ്റ്റ് നമ്പർ ഫ്രം ദീസ് നമ്പർ. ആ നമ്പറിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്?
സിമ്പിൾ. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ക്ലാസ്സിൽ ഏറ്റവും അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ആൾ എവിടെയാണ് ഉണ്ടാവുക, ഏറ്റവും ലാസ്റ്റ്. അതുപോലെ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എവിടെയായിരിക്കും മക്കളെ, ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ഏതാണ് 55 എന്ന് കിട്ടും അല്ലേ. നമുക്ക് നേരത്തെ ആൻസർ മുകളിൽ ഇവിടെ ഏതാ സ്പേസ് ഉണ്ട്, 22, 33, 36, 45, 50. ഇവിടെ ലാസ്റ്റ് ആണ് ഏത് വന്നത്, 50 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടത്തിൽ വലിയ നമ്പർ ഏതാണ് മക്കളെ, 50 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ഇത്തരത്തിലാണ് മക്കൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാ മക്കളും റെഡി ആണല്ലോ? ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടല്ലേ? എങ്കിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേ മക്കളെ. ലെറ്റ്സ് റൈറ്റ് ദി മിസ്സിംഗ് നമ്പർ. റൈറ്റ് ദി മിസ്സിംഗ് നമ്പർ ഇൻ ദി ടോയ് ട്രെയിൻ. നമുക്ക് താഴെ ഒരു ടോയ് ട്രെയിൻസിൻ്റെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ വിട്ടു പോയിട്ടുള്ള സംഖ്യകൾ കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ നോക്കിക്കേ മക്കളെ, 102 ആണല്ലോ, 102 ആണ്, 103 ആണ് അല്ലേ, 102, 103. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതേക്കും മക്കളെ? യെസ്, വളരെ സിമ്പിളാണ്, 104 എന്ന് വരും അല്ലേ, 104 എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെറ്റിൽ നോക്കിക്കുക, 115 ഉണ്ട്, 117 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഖ്യ ഏതായിരിക്കും? 115, 170. അതിൻ്റെ ബിറ്റ്വീനിലുള്ള നമ്പർ ഏതായിരിക്കും? യെസ്, 116 ആണ് അല്ലേ, 116 എന്ന് വരും. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, ഇവിടെ 139 ഉണ്ട്, 139. ഇവിടെ 140 140 ഉണ്ട്, 139, 140. അപ്പോൾ അതിന് തൊട്ട് മുന്നിൽ നമ്പർ ഏത് വരും? 138, 138 എന്ന് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ ഈ മൂന്നക്ക സംഖ്യ ഇതേ രീതിയിൽ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും മൂന്നക്ക സംഖ്യ ഒരു നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് 100, 110 കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവരും പറയില്ല, 111, 112 അങ്ങനെ പറയാൻ അറിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100 കഴിഞ്ഞിട്ട് 101, 102 അവിടെയായിരിക്കും മിസ്സിന് തോന്നുന്നു കുറച്ചും കൂടി ഒരു പ്രയാസം വരുന്നത്. അപ്പം മക്കൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത് ആ ഏരിയ നന്നായിട്ട് മക്കൾ എണ്ണിയും എഴുതിയും തന്നെ പഠിക്കുക കേട്ടോ, 100ൻ്റെ മേലെയുള്ള നമ്പേഴ്സ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നോക്കിക്കേ. കംപ്ലീറ്റ് ദി പാറ്റേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ 2 നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്. പാറ്റേൺ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മക്കൾക്ക് എക്സാമിന് ചോദിക്കും. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് നമ്പർ ഏതാണ്? 15 ആണ്. ആ 15 പിന്നെ എന്തായിട്ട് മാറി? 20 ആയിട്ട് മാറി. 20 പിന്നെ എത്രയായിട്ട് മാറി മക്കളെ? 25 ആയിട്ട് മാറി. ഇവിടെ മക്കൾ ശ്രദ്ധിച്ച് 5 വിധ നമ്പേഴ്സ് എന്ത് ചെയ്യാണ്? ആഡ് ആയിട്ട് പോവുകയാണ് അല്ലേ. 15ലേക്ക് 15ലേക്ക് 5 കൂടിയ സമയത്താണ് എന്തായിട്ട് മാറിയത്? 20 ആയിട്ട് മാറിയത്. 20ലേക്ക് വീണ്ടും 5 ആഡ് ആയ സമയത്താണ് 25 ആയിട്ട് മാറിയിട്ടുള്ളത്, 25 ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ 25ലേക്ക് വീണ്ടും 5 ആഡ് ആയിരുന്ന സമയത്ത് എന്താവും മക്കളെ? യെസ്, 30 എന്ന് വരും അല്ലേ, 30 എന്ന് വരും. 30ലേക്ക് 5 വരുമ്പോൾ 35, 35ലേക്ക് 5 വരുന്ന സമയത്ത് 40. നമ്മൾ ഇൻറ്റൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൽ നമ്മൾ 5ൻ്റെ ടേബിളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. 15, 20, 25, 30, 35, 40 അല്ലേ, 15, 20, 25, 30, 35, 40. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് 2ൻ്റെ ടേബിളും 5ൻ്റെ ടേബിളും 10ൻ്റെ ടേബിളും നിർബന്ധമായിട്ടും പഠിച്ച മക്കളെ. അത് ഇത്തരത്തിൽ നമുക്ക് നമ്പർ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാൻ വളരെയേറെ യൂസ്ഫുൾ ആവും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അടുത്ത നമുക്ക് ഇതുപോലെ തന്നെ 10ൻ്റെത് വരുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അതാണ് മിസ്സ് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, അടുത്തത് 100, 90, 18 അല്ലേ. ഇവിടെ 100 എന്തായിട്ട് മാറി? 90 ആയിട്ട് മാറി. 90 80 ആയിട്ട് മാറില്ല. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് മക്കളെ? നമ്പേഴ്സ് കുറഞ്ഞു വരികയാണല്ലേ. എത്ര വിധമാണ് കുറയുന്നത്? യെസ്, -10 ആണ് അല്ലേ. 10 വീതമാണ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ 80ൽ നിന്ന് 10 പോയാൽ എത്രയാണ് മക്കളെ? യെസ്, 70 എന്ന് കിട്ടും. 70ൽ നിന്ന് 10 കുറഞ്ഞാൽ 60 എന്ന് കിട്ടും. 60ൽ നിന്ന് 10 കുറഞ്ഞാൽ 50 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി കാണുക കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ടീച്ചർ പറഞ്ഞല്ലോ 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും ടേബിൾസ് പഠിക്കാത്ത കൂട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. നിങ്ങൾക്കത് എക്സാമിന് വളരെയേറെ യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ടീച്ചർ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.